പ്രാക്ടിക്കൽ 23rd പ്രോഗ്രാമാണ് ചെയ്യുന്നത്. ഇത് ഡയമെൻഷാലിറ്റി റിഡക്ഷനാണ്. ഡയമെൻഷാലിറ്റി റിഡക്ഷൻ പലതരത്തിൽ ചെയ്യാം. ഇവിടെ നമ്മൾ ചെയ്യുന്നത് പ്രിൻസിപ്പൽ കമ്പോണൻ്റ് ആണ്. റൈറ്റ് എ പ്രോഗ്രാം ടു റെഡ്യൂസ് ദ ഡയമെൻഷൻ ഫ്രം 2 to 1 യൂസിങ് ദ പ്രിൻസിപ്പൽ കമ്പോണൻ്റ് അനാലിസിസ് PCA അൽഗരിതം ഗിവൺ ദ ഡാറ്റ ഇൻ ടേബിൾ. ഇത് എക്സ്, ഇതാണ് എക്സ് ഒക്കെ ഇതാണ്, ഇത് വൈകൾ x1 x2 4 11 8 4 13 5 ഇതാണ്. അപ്പോൾ ആദ്യം നമ്മൾ ഇതിൻ്റെ മാത്തമാറ്റിക്കലായിട്ട് ഇതെങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നിരിക്കുന്ന ഡാറ്റേനെ ഈ x1 x2നെ എക്സ് ആയിട്ട് എടുക്കുക. പിന്നെ ഇതൊരു റോയിലായിരുന്നത്, ഇതിനെ നമ്മൾ ഇങ്ങനെ അതിൻ്റെ ട്രാൻസ്പോസ് എടുക്കുക. എളുപ്പത്തിന് വേണ്ടി ട്രാൻസ്പോസ് എടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിൻ്റെ എല്ലാം ആവറേജ് എടുക്കുക. അത് 8 ആണ്. ഇതിൻ്റെ എല്ലാം ആവറേജ് എടുക്കുക. അത് 8.5 ആണ്. എന്നിട്ട് ഇതിൻ്റെ അകത്തുനിന്ന് ആദ്യത്തിൻ്റെ അകത്ത് 8 സബ്ട്രാക്ട് ചെയ്യുക. രണ്ടാമത്തെ 8.5 സബ്ട്രാക്ട് ചെയ്യുക. അതിനാണ് എക്സ്റ്റെൻഡേഡ് എന്ന് പറയുന്നത്. ഇത് എക്സ്, ഇത് എക്സ്റ്റെൻഡേഡ്. അപ്പോൾ ഇങ്ങനെ കിട്ടി. ഇതാണ് എക്സ്റ്റെൻഡേഡ്. എക്സ്റ്റെൻഡേഡിൻ്റെ അകത്ത് നമ്മൾ സി കണ്ടുപിടിക്കണം. സി കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ഈ എക്സ്റ്റെൻഡേഡിൻ്റെ എന്ത് ചെയ്യും, എക്സ്റ്റെൻഡേഡ് ട്രാൻസ്പോസ് കാണുക. ഇതിൻ്റെ ട്രാൻസ്പോസ്, അതിൻ്റെ ട്രാൻസ്പോസ് ഇതാണ്. എക്സ്റ്റെൻഡേഡിൻ്റെ ട്രാൻസ്പോസ് കാണുക. ദെൻ ഈ എക്സ്റ്റെൻഡേഡ് ട്രാൻസ്പോസിനെ ഇതിനെ എക്സ്റ്റെൻഡേഡ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതാണ് എക്സ്റ്റെൻഡേഡ് ട്രാൻസ്പോ എക്സ്. അപ്പം ചെയ്യുന്ന എന്താ, -4 × -4 0 × 0 5 × 5 -1 × -1 അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് എന്നിട്ട് ഇതിൻ്റെ ആഡ് ചെയ്യുക. അതാണ് ഇവിടെ കിട്ടുന്നത്. ഇത് അങ്ങനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യുമ്പോൾ എക്സ്റ്റെൻഡേഡ് ട്രാൻസ്പോസ് എക്സ്റ്റെൻഡേഡ് കിട്ടും. ഇതിനെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് കിട്ടും. അത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പം ഇങ്ങനെ കിട്ടും. ഇത് അതിൻ്റെ കാൽക്കുലേഷനാണ് ഇവിടെയുള്ളത്. അപ്പോൾ നമുക്ക് ഇത് കിട്ടും. അതിന് നമ്പർ n-1 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. n-1 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇതാണ് സി എന്ന് പറയുന്ന മെട്രിക്സ് ആണ് ഇവിടെ കിട്ടിയത്. സി എന്ന് പറയുന്ന മെട്രിക്സ് കിട്ടി. അപ്പോൾ നമുക്ക് സി കിട്ടി. ഇനി ഇതിൻ്റെ ഈ വെക്ടറിൻ്റെ ഈ മെട്രിക്സിൻ്റെ ഐജൻ വെക്ടർ കാണണം. അതിന് ആദ്യം ഐജൻ വാല്യൂ കാണണം. ഐജൻ വാല്യൂ കാണാനായിട്ട് ഈ ഡിറ്റർമിനൻ്റ് ഓഫ് C - λi = 0 എന്ന് എടുക്കുക. ഇതാണ് C - λ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിക്കകത്ത് ഈ 14ൻ്റെ അകത്തുനിന്ന് ലാംഡ കുറയ്ക്കുക, ഈ 23ക്കകത്തുനിന്ന് ലാംഡ കുറയ്ക്കുക, ബാക്കി അതുപോലെ = 0 എന്നെഴുതുക. എഴുതി കഴിഞ്ഞ് ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ കിട്ടും. λ² -37 എന്ന് പറയുന്നത് ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുന്നതാണ് 37. ഈ 37 -37 ലാംഡ പ്ലസ് 201 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സെക്കൻഡ് സെമ്മിൽ ഇത് പഠിക്കുന്നുണ്ട്. 201 എന്ന് പറഞ്ഞാൽ 14 × 23 പ്ലസ് -11 × -11 അതാണ് 201. ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യുക. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ ലാംഡയുടെ വാല്യൂ കിട്ടും. ലാംഡയുടെ ഒരു വാല്യൂ 13.39 6.611. ഇതിൽ വലിയ വാല്യൂ എടുക്കുക. 13.39 എടുക്കുക. 13.39 എന്നിട്ട് C - λi. അപ്പോൾ അതന്നെ 14-ന് 30.39 ഇത് രണ്ട് സബ്ട്രാക്ട് ചെയ്യുക. അതാണ് C - λi × v. v എന്ന് പറഞ്ഞാൽ v1 v2 = 0. അപ്പോൾ ഇത് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ഈ ഇക്വേഷൻ കിട്ടും. ഈ ഇക്വേഷൻ്റെ അകത്തുനിന്ന് ഇതൊക്കെ നമ്മൾ സെക്കൻഡ് സെമ്മിൽ പഠിക്കുന്നതാണ്. ഈ ഇക്വേഷൻ്റെ അകത്തുനിന്ന് ആദ്യത്തെ ഇക്വേഷൻ എടുക്കുക. ആദ്യത്തെ ഇക്വേഷൻ അതിങ്ങനെ കിട്ടും. അതിനകത്ത് v2 = 1 - 4 v1 എന്ന് കിട്ടും. അത് ഈ രണ്ടാമത്തെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ v1 = 1 v2 = -1.49 എന്ന് കിട്ടും. അതാണ് v1 ഉം v2. അതിനെ സ്ക്വയർ ചെയ്ത് റൂട്ട് കാണുക. സ്ക്വയർ ചെയ്ത് ആഡ് ചെയ്ത് റൂട്ട് കാണുക. ഇങ്ങനെ √of v1² + v2². അപ്പോൾ 1.794 കാണും. അപ്പോൾ v1 എന്നിട്ട് v1 എന്ത് ചെയ്യും, u = v1/1
1.794. V1 എന്ന് പറഞ്ഞാൽ 1 ആണ്. അത് V1നെ 1.794 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. V2വിനെയും അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ U1 U2 കിട്ടും. ഇതാണ് U1, ഇതാണ് U2. അപ്പോൾ U = U1 U2 എന്ന് പറയുന്നതാണ് ഇതിൻ്റെ ഐജൻ വെക്റ്റർ. ഇനി നമ്മൾ Z കാണണം. Z എന്ന് പറഞ്ഞാൽ എക്സ്റ്റെൻഡഡ് U ആണ്. ഇതാണ് എക്സ്റ്റെൻഡഡ്, ഇത് U. അപ്പോൾ നമ്മൾ ഈ എക്സ്റ്റെൻഡഡ് U ആണുമ്പോൾ ഇതിനെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് കിട്ടും. അപ്പോൾ ഈ ആദ്യത്തെ ഇക്വേഷൻ്റെ അകത്ത് നിന്ന് നമുക്കെന്ത് -4.305 കിട്ടും. രണ്ടാമത്തെ ഇക്വേഷൻ്റെ അകത്ത് നിന്ന് 3.739 കിട്ടും. മൂന്നാമത്തെ ഇക്വേഷൻ്റെ അകത്ത് നിന്ന് 5.693 കിട്ടും. നാലാമത്തെ ഇക്വേഷൻ്റെ അകത്ത് -5.128 കിട്ടും. ഇതാണ് ഇതിൻ്റെ റെഡ്യൂസ്ഡ് വൺ ഡയമെൻഷൻ ഡാറ്റ. ഇതാണ് റെഡ്യൂസ്ഡ് വൺ ഡയമെൻഷൻ ഡാറ്റ. 2D ഡാറ്റ ഈസ് റെഡ്യൂസ്ഡ് ടു 1D യൂസിങ് PCA. ഇതാണ് വൺ ഡയമെൻഷണൽ ഡാറ്റ. ഇനി നമ്മൾ ഇതിനെ നോക്കുകയാണ്. ഇതെന്താ? PCA പ്രൊജക്ഷൻ ഓൺ ദി ഫസ്റ്റ് പ്രിൻസിപ്പൽ കമ്പോണൻറ്റ് വിത്ത് 1D കോർഡിനേറ്റ്. ദ ബ്ലൂ പോയിൻ്റ് ആർ ദ ഒറിജിനൽ ഡാറ്റ. ഇതൊക്കെയാണ് ഒറിജിനൽ ഡാറ്റ. ഒറിജിനൽ ഡാറ്റ ഏതൊക്കെയാണ്? 4.11, പിന്നെ 8.4 ഇത്, ദെൻ 13.5 ഇത്, ദെൻ 7.14 ഇത്. അതാണ് അതിൻ്റെ ഈ ലൈനാണ്. ഈ ലൈനാണ് അതിൻ്റെ പ്രിൻസിപ്പൽ കമ്പോണൻ്റ് ആക്സിസ് ആണിത്. ഇതാണ് അതിൻ്റെ പ്രിൻസിപ്പൽ കമ്പോണൻ്റ് ആക്സിസ്. ഈ ലൈനാണ്. ദെൻ ഇനി നമ്മൾ അതിൻ്റെ വാല്യൂസ്, അതിൻ്റെ എടുത്തപ്പോൾ കിട്ടിയ വാല്യൂസ് ഏതൊക്കെയാണ് നമുക്ക് കിട്ടിയത്? നമുക്ക് കിട്ടിയ വാല്യൂസ് 0.431, ഇതാണ് 0.431. അടുത്ത് 3.74, ഇതാണ് 3.74. ദെൻ 5.693, ദെൻ -1.53, അതിവിടെ. അതിൻ്റെ പ്രൊജക്ഷൻസ് കിട്ടി, അതിൻ്റെ വാല്യൂസും കിട്ടി. ഇതാണ്. അപ്പം ഫൈനലിൽ കിട്ടുന്ന വാല്യൂ നമ്മളൊരു ലൈനിൻ്റെ മുകളിൽ പ്രിൻസിപ്പൽ കമ്പോണൻ്റിൻ്റെ അകത്താണ് കിട്ടുക. പ്രിൻസിപ്പൽ കമ്പോണൻ്റിൻ്റെ മുകളിൽ വാല്യൂസ് കിട്ടും. ഇനി ഇതുണ്ടോ? ഇതാണ് ഈ പോയിൻ്റാണ് നമ്മുടെ മീൻ. 8.8, 8.5. അത് 0, 0 എന്നായിട്ട് എടുത്തിട്ടാണ് രണ്ടാമത്തെ പ്ലോട്ട് വരയ്ക്കുന്നത്. രണ്ടാമത്തെ പ്ലോട്ട് എന്ന് പറഞ്ഞാൽ ഈ പ്ലോട്ട്. ഈ 4 പോയിൻ്റ് കിട്ടുന്നത് -4.31 എന്ന് പറയുമ്പോൾ എവിടെ കിട്ടും? ഇതാണ് 0, 0. ഇത് 0, 0, 0, 0 എന്ന് -4.31 ഇവിടെ വരും. അത് 3.74 എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് റൈറ്റ് സൈഡിൽ 3.74. ദെൻ 5.693 പിന്നെയും റൈറ്റിലേക്ക് പോകും. ഇവിടെയാണ് 5.693. ഇവിടെ വരും 5.693. ദെൻ -5.13 അത് ഇവിടെ വരും. ഇതൊക്കെയാണ് ഇതിൻ്റെ പോയിൻറ്റ്സുകൾ നമ്മൾ അടയാളപ്പെടുത്തുക. ഇതാണ്. ഒന്നും കൂടെ നമ്മൾ നോക്കാം. ഇതിൻ്റെ ഇനി പ്രോഗ്രാം എഴുതുകയാണോ വേണ്ടത്? ഈ പോയിൻറ്റിൻ്റെ 1, 2, 3, 4 ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന 4 പോയിൻറ്റ്സുകൾ. ആ 4 പോയിൻറ്റിന് ഡയമെൻഷാലിറ്റി റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കിട്ടിയ പോയിൻ്റാണ് ഒരു പോയിൻ്റ്, ഇത് രണ്ടാമത്തെ പോയിൻ്റ്, ഇത് മൂന്നാമത്തെ പോയിൻ്റ്, ഇത് നാലാമത്തെ പോയിൻ്റ്. ഇനി നമുക്കതിൻ്റെ പ്രോഗ്രാം ഒന്ന് നോക്കാം. ഇനി അതിൻ്റെ പ്രോഗ്രാം ഇമ്പോർട്ട് നമ്പർ as NB ഫ്രം SKLN ഡികമ്പോസിഷൻ ഇമ്പോർട്ട് PCA പ്രിൻസിപ്പൽ കമ്പോണൻ്റ് അലയൻസ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ തന്നിരിക്കുന്ന ഡാറ്റ എടുക്കുകയാണ്. അതാണ് x = NB.arrayയിൽ example1 ഇത്, example2, example3, example4 അത് 2D ആണ്. എന്നിട്ട് പ്രിൻ്റ് ഒറിജിനൽ ഡാറ്റ 2D ഡാറ്റ പ്രിൻ്റ് ചെയ്തു. അത് കഴിഞ്ഞ് സ്റ്റെപ്പ് 2 അപ്ലൈ PCA റെഡ്യൂസ് ടു 1Dയിലേക്ക് പ്രൊഡ്യൂസ് ചെയ്യണം. അതാ n കമ്പോണൻസിന് ഇവിടെ 2 കമ്പോണൻസേ ഉള്ളൂ. അത് 1 ആക്കി മാറ്റണം. 1 കമ്പോണൻ്റ് ആക്കണം. അതാണ് ഇതിൽ 1 കമ്പോണൻറ്റ്. ഇവിടെ നമ്മൾ 1 കമ്പോണൻ്റ് ആണ്. ദെൻ x റെഡ്യൂസ് ടു PCA.fit ട്രാൻസ്ഫോം. അതിനെ നമ്മൾ ട്രാൻസ്ഫോം ചെയ്യണം. 1 കമ്പോണൻ്റ് ആയിട്ട് ട്രാൻസ്ഫോം ചെയ്തു.
അപ്പം എക്സ് റെഡ്യൂസ്ഡ് എന്ന് പറഞ്ഞാൽ വൺ കമ്പോണൻ്റ് ആണ്, അതൊരു കോളം മെട്രിക്സിലാണുള്ളത്. അത് നമ്മൾ എന്ത് ചെയ്യും, പ്രിൻ്റ് റെഡ്യൂസ്ഡ് ഡാറ്റ 1D എക്സ് റെഡ്യൂസ്ഡ് ഡോട്ട് ഫ്ലാറ്റൻ എന്ന് പറഞ്ഞാൽ നേരെ എഴുതുക. ഈ ഇങ്ങനെ 4 ഇങ്ങനെയായിരിക്കും ഉണ്ടാകുക, അത് ഒരു റോയിൽ എഴുതണം, ഇങ്ങനെ റോയിൽ എഴുതണം. അതാണ് റെഡ്യൂസ്ഡ് ഫ്ലാറ്റൻഡ്. അപ്പോൾ അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്തു കഴിഞ്ഞാൽ ഒറിജിനൽ ഡാറ്റ ഇങ്ങനെ ഉണ്ടാവും. ഇതാണ് ഒറിജിനൽ ഡാറ്റ. അത് റെഡ്യൂസ്ഡ് ഡാറ്റയാകുമ്പോൾ ഇതെങ്ങനെ കിട്ടി. ഇതാണ് ഫ്ലാറ്റ് എന്ന് പറഞ്ഞാൽ ഒരു റോയിൽ എഴുതും. ഇതാണ് അതിൻ്റെ ഔട്ട്പുട്ട്. ഓക്കെ, താങ്ക് യു.